എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജൂൺ 3-ാം തീയതി, അതായത് നാളെ രാവിലെ 10 മണി മുതൽ ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുക എന്നുള്ള കാര്യം നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും, അത് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് ഇതുപോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതായത് ഇതുപോലെയല്ല, ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു പേജിൽ നിങ്ങൾ ഏതെങ്കിലും അറിയാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പോകും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ബാക്ക് ബട്ടൺ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂസർ നെയിം, അതുപോലെ തന്നെ പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു യൂസർ നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ മൊബൈൽ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് കിട്ടിയിട്ടുണ്ടാകും VHSCയുടേത്. അപ്പോൾ ആ ഒരു പാസ്വേഡാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് സെക്ഷൻ കാണാം. അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ റിന്യൂ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഏറോ, വളഞ്ഞിട്ടുള്ള ഒരു ഏറോയുടെ ഒരു സിമ്പലാണ്. അപ്പോൾ അതാണ് റിന്യൂ ബട്ടൺ. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ആ ഒരു ഇംഗ്ലീഷ് സെക്ഷൻ ചേഞ്ച് ആകുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്, ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ചില സമയത്ത് നിങ്ങളോട് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ സെൻഡ് OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ആ ഒരു OTP നൽകി നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പ്രൊഫൈൽ പേജിലേക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പച്ച കളറിൽ കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം, അത് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചുവപ്പ് കളറിലാണ് കാണാൻ പറ്റുക. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അത് ഹയർ സെക്കൻഡറി ഭാഗത്തിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും, ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേരിൽ തന്നെ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ്, ഏത് കോഴ്സിലാണ്, എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സഹിതം പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ആ ഒരു നിങ്ങൾ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്ത ആ ഒരു ലിങ്കിൻ്റെ പേജിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതായത് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് വെച്ചിട്ടുള്ള സ്കൂളുകളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ആവശ്യമായവർക്ക് അവിടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹോം പേജിൽ, അതായത് ഈ ഒരു ലോഗിൻ ചെയ്യാനുള്ള പേജിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഇംഗ്ലീഷ് അക്ഷരമുണ്ട്, അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല, ആ ഒരു ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെയുള്ള റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നത് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക്, അതായത് രജിസ്ട്രേഷൻ ചെയ്ത ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു OTP നിങ്ങൾ നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് മറ്റൊരു പേജിൽ നിങ്ങൾക്ക് പുതിയ ഈ ഒരു പാസ്വേഡ് കൊടുക്കാനുള്ള ഒരു പേജ് വരും. അപ്പോൾ അവിടെ നിങ്ങൾ 2 ബോക്സ് ഉണ്ടാകും. അതിൽ രണ്ടിലും കൃത്യമായിട്ട് 8 ക്യാരക്ടേഴ്സുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്ത് നിങ്ങൾ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ, അതായത് ലോഗിൻ ചെയ്യാനുള്ള പേജിൽ നിങ്ങൾ കൊടുക്കേണ്ട, അതായത് യൂസർ നെയിം എന്ന് പറയുന്നത് ഇവിടെ മൊബൈൽ നമ്പറാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ ഏതാണോ അതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.